అందరికీ నమస్కారం. പൊതുവെ സിനിമകൾ എഴുതുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഐഡിയ ഉണ്ടാവും, പിന്നെ കുറെ പ്ലോട്ട് പോയിന്റ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ വെച്ചൊരു കഥ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡിലോട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് എഴുതും. പക്ഷെ നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ ഒരു പടം വരും, അത് വരെ നിലനിന്നിരുന്ന എല്ലാ രീതികളെയും തച്ചുടയ്ക്കുന്ന രീതിയിലൊരു പടം. എല്ലാവരും ഉള്ള ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡിലോട്ട് എഴുതല്ലേ ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമുക്ക് തലതിരിച്ച് എൻഡിൽ നിന്ന് സ്റ്റാർട്ടിലോട്ട് എഴുതി അതിൽ വരുന്ന ഒരു കഥ വെച്ച് ഒരു പടം എടുത്താലോ എന്നുള്ള ബ്രില്യന്റ് ഐഡിയയുടെ ഭാഗമായിട്ട് വന്ന പടമാണ് അഴക്കച്ചെറുക്കൻ കാർത്തിക്. അപ്പോൾ പണം തുടങ്ങുമ്പോൾ ദാണ്ട് കിടക്കുന്ന തത്ത പറക്കുന്ന കോവിലിന് കീഴെ തേര് വലിച്ചുകൊണ്ട് പോകുന്ന AI ഭക്തജനങ്ങൾ. സാധാരണ ആളുകൾ കാശ് കൊടുത്ത് തിയേറ്ററിൽ ചെന്നിരുന്ന് പടം കാണാൻ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ആളിരുന്ന് നിരങ്ങി വരുന്ന ട്രാക്ടറും ഹാലോജൻ ബൾബ് പോലത്തെ ചന്ദ്രനും ഒക്കെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഇങ്ങനത്തെ ഏബ്യത്തരങ്ങൾ കാണുമ്പോഴാണ് പടം നമുക്ക് പറ്റിയ ഉരുപ്പടിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നവതളപതിയുടെ മഞ്ഞപ്പിത്തം പിടിപ്പിക്കുന്ന പടം നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ ഈ 1 കിലോ മല്ലിപ്പൊടിയുടെ കാശിനുണ്ടാക്കി വെച്ച ഈ ബ്രഹ്മാണ്ട AI നിങ്ങൾ കണ്ടില്ലേ? ഇത് ഈ പടത്തിനകത്ത് എന്തിനാ വെച്ചതെന്ന് ഇതിന്റെ ഡയറക്ടർക്ക് പോലും അറിയില്ല. ഓഹോ, അറിയില്ലല്ലേ? എന്നാ പിന്നെ ഞാൻ സ്കൂട്ടായിക്കോട്ടെ. താങ്ക് യു. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞൊന്നല്ല. ഈ പടം ഡയറക്ട് ചെയ്ത രമേശ് എന്ന് പറയുന്ന മഹാത്മാവ് ആരാന്റെ അമ്മയുടെ കാശിന് തോന്നിയാസം കാണിക്കുകയാണെന്ന് മനസ്സിലായി. ഈ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ചവിട്ടി ദൂരെ കളഞ്ഞിട്ട് പോസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി അവർ തന്നെ പടം അങ്ങ് ഡയറക്ട് ചെയ്തു. അവർക്കാവുമ്പോ അത് സ്വന്തം അമ്മയുടെ കാശാണല്ലോ. എന്ത് ചീഞ്ഞ കോമഡിയാണ് കൊള്ളൂലല്ലേ? വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. അപ്പൊ ഇനി ശരിക്കും പടം തുടങ്ങുമ്പോൾ കാറ് പോണ വഴിയിൽ മഞ്ഞപ്പൂ അരിപ്പൊടിയും ചേർത്ത് കോല വിടുന്ന ഒരു കുടുംബത്തിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. കാറ് കയറ്റി ഇറക്കാനാണെങ്കിൽ എന്തിനാണ് കഷ്ടപ്പെട്ട് കോല വിടുന്നത് നീ അക്കയോട് ചോദിക്കാമെന്ന് വെച്ചാൽ തന്നെ ഉത്തരം പറയാൻ അവർക്ക് സമയമില്ല. കാരണം അവർ രാവിലെ നിന്ന് ഇഡലി ഉണ്ടാക്കാൻ എടുത്ത് അരിപ്പൊടിക്കകത്ത് കല്ല് കിട്ടിയാൽ അത് മേടിച്ചുകൊണ്ട് വന്ന കെട്ടിയവനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത് നിന്ന് തുമ്മിയാൽ പോലും അരേ തരാൻ ഞാൻ ക്യാഹ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന ഒരു വക്കീലാണ് നമ്മുടെ അക്ക. ഇങ്ങനത്തെ കേസൊക്കെ കേൾക്കുന്നു ആരാ? ലെവിസിന്റെ ബ്ലൂ ജീൻസും ഹാരി പോട്ടർ കോട്ടും ഇട്ട് കോടതിയിൽ വന്നിരിക്കുന്ന ഒരു ജഡ്ജ്. ഇവരുടെ ആദ്യത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ സ്ഥലം ഈ ഗുണ്ട ആൻഡ് ഹിസ് ബ്രദേഴ്സ് തട്ടിയെടുത്തു. അതിനെതിരെ അക്ക കേസ് കൊടുത്തു. അത് ഈ വക്കീല് ജഡ്ജിക്ക് കാശ് കൊടുത്തു ഒതുക്കി തീർത്തു. അയ്യ കറുപ്പനേ. അങ്ങനെ കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ അവരൊക്കെ കുറേ പറഞ്ഞു, ഞങ്ങളൊക്കെ ബാഡ് ബോയ്സാ, ഞങ്ങളെ വെല്ലാൻ മാത്രം ഒരു ബാഡ് ബോയ് നിന്റെ കയ്യിൽ ഇല്ല മോളെന്ന്. അപ്പൊ അത് അക്കയുടെ നിഴലിന്റെ അപ്പുറത്ത് വരുന്നു തമ്പിയുടെ നിഴല്. ഒന്ന് നിന്ന് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് നടക്കുന്ന അക്കയ്ക്ക് ഒരു നിഴല്. ഓക്കെ, തെക്കുന്ന് വടക്കോട്ട് നടക്കുന്ന അനിയന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടുന്നില്ല. അപ്പൊ അവിടെ ഒരു സൂര്യൻ ഇവിടെ ഒരു സൂര്യന്, മൊത്തം 2 സൂര്യന്. എന്താണ് ഇത്? അരിപ്പൊടിയിൽ നിന്ന് കല്ല് കിട്ടിയാൽ അത് മേടിച്ചോണ്ട് വന്ന കെട്ടിയവനെ കഴിവേറ്റി കളയുന്ന ഭീഷണിപ്പെടുത്തി അക്കയെ കണ്ടപ്പോൾ ഇതൊക്കെ ഇച്ചിരി ഓവർ അല്ലേന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ആ കുടുംബം മൊത്തത്തിൽ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അക്കയ്ക്കാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേക്കണമെന്ന് നിർബന്ധമാണ്. അക്കയുടെ കെട്ടിയവനാണെങ്കിൽ സൂര്യൻ അടിക്കുന്ന സമയത്ത് വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമാണ്. കാരണം അങ്ങേർക്ക് പുറത്തിറങ്ങിയ ഉടനെ മുടി തഴച്ചു വളരുന്ന ഒരു അസുഖമുണ്ട്. പക്ഷെ നമ്മുടെ തമ്പി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. അവന് മൊട്ട വെയിലത്ത് ജോഗിങ്ങും ചെയ്ത് അതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു സിഗരറ്റും വലിക്കണം. എന്തൊരു സിമ്പിളാണ് ഈ ഫാമിലി. അപ്പൊ നമ്മുടെ തമ്മിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പണിയെടുത്ത് ജീവിക്കുന്നവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവന്റെ മെയിൻ പണി. ഉദാഹരണത്തിന് കാശ് കൊടുക്കാൻ പറഞ്ഞ് അക്ക കേസ് നടത്തും. വില്ലൻ കാശ് കൊടുത്ത് കേസ് ഒതുക്കും. തമ്പി കാശ് കൊടുത്ത് തേങ്ങ മേടിച്ച് അത് തലയിലടിച്ച് പൊട്ടിച്ച് കാശ് തിരിച്ച് മേടിച്ചു കൊടുക്കും. എന്നിട്ട് കാശ് കൊടുക്കാത്തതിന് മേശ എടുത്ത് അടിച്ചു എന്ന് പറഞ്ഞാൽ അക്ക തന്നെ തമ്പിക്കെതിരെ കേസ് നടത്തും. ഇതൊരു ലൂപ്പിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അല്ല പിന്നെ വാദിക്കുന്ന കേസൊക്കെ തോക്കുന്ന വക്കീലിന് ആര് കേസ് കൊടുക്കാനേ? അതുകൊണ്ട് തമ്പി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് സഹായിക്കും. എന്നിട്ട് വളരെ റാൻഡമായിട്ട് സീ പോർട്ടിൽ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് വിത്ത് ടഫ് സ്റ്റെപ്സ്. അല്ലെങ്കിലും ഒരു കാര്യം ഇല്ലാതെ പാട്ട് കുത്തി കയറ്റാൻ സീ പോർട്ടാണ് നല്ലത്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? പിന്നെ നമ്മുടെ തമ്പിക്ക് സാധാരണ ആളുകളെ പോലെ ജോലി കിട്ടാത്തതല്ല, അവന് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല പണ്ട് തൊട്ടേ. അവൻ വേണമെങ്കിൽ അവൻ്റെ തന്നെ കിണി നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടെന്ന് PVR ഇട്ട് കഴിഞ്ഞാൽ അവൻ വന്നിരുന്ന് കണ്ട് കുളിര് കോരി അങ്ങ് പൊക്കോളും. എന്നാലും പണിക്ക് പോകില്ല. അമ്മാര് വെയിലടിക്കുന്ന സമയത്ത് 2 ബോംബെ പടം മേടിച്ച് കൈ വെച്ചിട്ട് അതിനകത്ത് ഒരെണ്ണം നൻപനുമായിട്ട് മാറി മാറി ചപ്പിത്തെന്ന് സ്വയം പറഞ്ഞിരിക്കാനാണ് അവന് താല്പര്യം. പക്ഷെ അക്കയ്ക്ക് തമ്പിയെ എങ്ങനെയെങ്കിലും നാട് കിടത്തണം. പക്ഷെ പുറത്തു പോകാൻ താല്പര്യമില്ലെന്ന് അക്കയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം തമ്പിക്കില്ല. അതുകൊണ്ട് തമ്പി നാട്ടിലെ പെണ്ണുങ്ങളെ ചെന്ന് തോണ്ടാൻ തുടങ്ങും കേസ് ഉണ്ടാക്കാനായിട്ട്. കേസായാൽ പിന്നെ വിസയൊന്നും കിട്ടൂലല്ലോ. അക്കയുടെ മുഖത്ത് നോക്കി പറയാനാണല്ലോ തമ്പിക്ക് ബുദ്ധിമുട്ട്. ഇതാവുമ്പോൾ പോലീസുകാർ തന്നെ പറഞ്ഞോളൂല്ലോ ഇവനെ ഇന്ത്യക്ക് പുറത്തുനിന്നല്ല റൂമിന് പുറത്ത് പോലും ഇറക്കരുതെന്ന്. Because mine was an outburst of the oppressed, of the brutally suppressed. മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. 5ാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് വെട്ടിവെക്കാൻ ഇറങ്ങിയ മുതലാളിമാർക്ക് സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം. അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയാം, കഴപ്പ്. പക്ഷെ ഇങ്ങനെ പെണ്ണ് പിടിച്ച് തല്ലുണ്ടാക്കി നടക്കുന്നത് ശരിയാണോ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പി അപ്പ ഇമോഷൻ വരി എറിയാൻ തുടങ്ങും. തന്തയും തള്ളയും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ പറയുന്നത്? തന്തയും തള്ളയും ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാൽ ബ്രെഡും ജാമും നിന്നുകൊണ്ടിരുന്ന അക്ക വെണ്ണ പോലെ അലിയും. എന്നിട്ട് അവരും ഇമോഷണൽ ആവും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അവര് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നം നമ്മൾ അറിയരുതെന്ന് മ്യൂസിക് ഡയറക്ടർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട്. నీకేదో ఒక జాబ్ వచ్చి నువ్వు ఫారెన్ లో సెటిల్ అయితే చాలు. అంతే.
അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ്. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? അങ്ങനെ നമ്മുടെ തമ്പി രാവിലെ ഇറങ്ങും പെണ്ണ് കേസ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ അങ്ങനെ ആപ്പ പെണ്ണ് കേസ് ഒന്നുമില്ല. ആളുകളെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധിച്ചാൽ മാത്രമേ പെണ്ണ് കേസ് ഉണ്ടാക്കൂ. ഒരു സ്റ്റാൻഡേർഡ് ഉള്ള മോളസ്റ്റിംഗ് ആണ്. പക്ഷെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ആരെയും കിട്ടാതെ ഡിപ്രഷൻ അടിച്ച് സിഗരറ്റ് വിളിച്ച് ബീച്ചിന്റെ സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ബസ്സും ബൈക്കും ഓട്ടോയും ബോട്ടും വരെ തോനെ പോണ ഒരു സ്ഥലത്ത് ഒരു പെണ്ണുമ്പിള്ള വന്നിട്ട് അവരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് തമ്പിയുടെ അടുത്ത് ഓർഡർ ഇടുന്നത്. നമ്മൾ ആരെങ്കിലും റോഡ് സൈഡിൽ കഞ്ചാവ് അടിച്ചിരിക്കുന്നവരോട് ഇന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുമോ? പക്ഷേ ചേച്ചി പറയും ചുമ്മാ പോണവരെ പോലും നമ്മുടെ തമ്പി വെറുതെ വിടൂല. അപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് പിടിച്ചോന്ന് പറയുന്ന ചേച്ചിയെ. ജാക്കുലിൻ ചേച്ചിയൊക്കെ ചെയ്യേണ്ട റോളായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം. അപ്പോൾ നമ്മുടെ നായികയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബ്ലഡ് ഡൊണേറ്റർ ആണ്. രാവിലെ 9 തൊട്ട് വൈകിട്ട് 4:48 വരെ. അപ്പോൾ അത് കഴിഞ്ഞുള്ള സമയത്ത് എന്താണെന്നല്ലേ, ഷോപ്പിംഗ്, വെറും ഷോപ്പിംഗ്. തമ്മി നോക്കിയപ്പോൾ കൊള്ളാം, പോക്ക് നീയും പുറമ്പോക്ക് ഞാനും ചേർന്നിരുന്നാൽ തിരുവോണ്. പിന്നെ പാട്ട് സോങ് വളരെ ടഫായിരിക്കും. അതെനിക്കറിയാലോ. സാറിന്റെ ഒരു ടഫിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത്. ട്യൂൺ നോക്കാം. സാറേ ഇതന്നെയാണ് ലിറിക്സ്? അതെ, അതും ഞാൻ തന്നെ എഴുതിയതാണ്. ടഫാണെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ. ഭംഗിയുള്ള ചരക്ക് നീ, ഡേ ടൈമിൽ ഡെവിള് നീ. ഇതല്ല അതിന്റെ ഒരു ഫീല്. ഫീല് തലവരെ കമൽ സാറിനോടും ചോദിച്ചു നോക്കി. ஓகே அப்படின்னு அவர் எப்படி பண்ணாரோ அப்படியே பண்ணிடுங்க, ஓகே ஆயிடுவான்னு சொன்னீங்க. അതേ ഭംഗിയുള്ള ചരക്ക് ഞാനേ, ഡേ ടൈമിൽ ഡെവിള് ഞാനേ. ஓகே ஷார்ட் ஓகே, தேங்க்யூ கமல். അപ്പൊ സ്വയം ചരക്കെന്ന് വിളിക്കുന്ന നമ്മുടെ നായികയുടെ അച്ഛൻ ഒരു DSP ആണ്. പക്ഷെ അങ്ങേ ഒരു പണിക്ക് പോക്കോ, പക്ഷെ പണി എടുക്കരുതെന്ന് കെട്ടിയോൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനെ സ്വന്തം മോളുടെ കംപ്ലൈന്റ് പോലും എടുക്കാറില്ല. പിന്നെ വഴക്കിട്ടിട്ട് എന്ത് കാര്യം, വഴങ്ങി കൊടുക്കേണ്ടി വരികയാണ് ചേച്ചിക്ക്. അപ്പൊ ഇവര് തമ്മിൽ സെറ്റ് ആവുന്ന ഏകദേശം മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പോ തമ്പിയുടെ പെണ്ണ് കേസ് വന്നിട്ട് അത് വാദിച്ച് കഞ്ഞി കുടിക്കാന്നുള്ള പൂതി നടക്കില്ലെന്ന് അക്കയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അക്ക ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയി കേസ് പിടിക്കാൻ തുടങ്ങും. അവിടെ ആവുമ്പോൾ ആർക്കും അക്കയുടെ ട്രാക്ക് റെക്കോർഡ് അറിയില്ലല്ലോ. അങ്ങനെ അക്ക പുതിയ സ്ഥലത്ത് നിന്നിട്ട് ഒരു സ്ഥലക്കച്ചവട കേസ് കയ്യിലെടുക്കും. എന്നിട്ട് നേരെ ജഡ്ജിക്ക് എന്ന് പരാതി കൊടുക്കും. ഇതറിഞ്ഞ് ആ സ്ഥലത്തെ വില്ലൻ ഏതാണ്ട് ഉത്സവ കമ്മിറ്റി ഓഫീസിലോട്ട് കയറി ചെല്ലുന്ന പോലെ ഒരു ജഡ്ജിയുടെ വീട്ടിലോട്ട് കയറി ചെല്ലും. ഈ സീൻ ഫുള്ള് മിന്നലാണ്. മിന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡിൽ 600 മിന്നൽ വെച്ച് ഇങ്ങനെ അടിച്ച് മെഴുകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മിന്നലടിയാണെങ്കിൽ കറണ്ട് കിട്ടേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പൊ നമ്മുടെ വില്ലൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് ആ കേസ് കൊടുത്ത വക്കീലിന്റെ പേരറിയണം. എന്നാ പിന്നെ ആ ടേബിളിൽ ഇരിക്കുന്ന പെറ്റീഷൻ എടുത്ത് വായിച്ചു നോക്കി അതിനകത്ത് വക്കീലിന്റെ പേര് കാണും. അതൊന്നും ചെയ്യൂല. വില്ലൻ കത്തിയെടുത്ത് വക്കീലിന്റെ പേര് പറയടാന്ന് പറഞ്ഞ് ജഡ്ജിയെ കുത്തോട് കുത്ത്. ജഡ്ജി ആണെങ്കിൽ അതിനേക്കാൾ സൂപ്പർ, വക്കീലിന്റെ പേര് എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങേരെ ഒരു വഴി കൂടെ അഭിനയം. ഇതിനിടയ്ക്ക് അങ്ങേറെ പെണ്ണുമ്പിള്ള വന്നിട്ട് അവര് വേറൊരു വഴി കൂടെ അഭിനയം. അവസാനം ഭാര്യ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ജഡ്ജി പറയും വക്കീലിന്റെ പേര് പെറ്റീഷനിലുണ്ട്, എടുത്ത് വായിച്ചോളാൻ. പിന്നെ നമ്മുടെ വില്ലന് ഒരു പ്രത്യേക ഫെറ്റിഷും കൂടെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും കത്തി എടുത്ത് കുത്തിയാൽ കുത്തിയ കത്തി ഒരു നക്കി നോക്കും. അങ്ങനെ ജഡ്ജിയെ വീട്ടിൽ കയറി കൊന്ന സ്ഥിതിക്ക് ഇനി കുറച്ച് കാലം അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് അക്ക വേണ്ടി നാട്ടിൽ വന്ന് കേസ് പിടിക്കാൻ തുടങ്ങും. ഇത് എന്ത് തരം വക്കീലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുമാതിരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മരുന്നടിക്കാൻ വിടുന്നതോടെ എല്ലായിടത്തും അങ്ങോട്ട് കയറി ചെന്ന് നിങ്ങളുടെ കേസ് ഞാൻ എടുത്തോളാം എന്ന് പറയും. പിന്നെ പഠിപ്പം വരെ അല്ലാത്തവരെ എന്തും പറഞ്ഞ് പറ്റിക്കാലോ. പക്ഷെ അതേ സമയത്താണ് നമ്മുടെ ചോര നക്കി വില്ലൻ ചേച്ചിയെ കൊല്ലാനായിട്ട് ആളെ വിടുന്നത്. പക്ഷെ നമ്മുടെ തമ്പി വിറപ്പ കളിച്ച് അവരെയൊക്കെ അടിച്ചിട്ട്. പക്ഷെ തൊട്ട് പുറകിൽ ആളുകൾ മണ്ട മറിഞ്ഞ് വീണ്ടും അക്ക ഒന്നും അറിയുന്നതേയില്ല. അടിച്ചു അറിഞ്ഞില്ല. അങ്ങനെ അടിയുടെ ഇടയ്ക്ക് തമ്പി അക്കയെ ഒരു വിധത്തിൽ ഓട്ടോയിൽ കയറ്റി വിടും. അത് എന്ത് ഗുദാമിലെ ചന്തയാണോ എന്തോ, ഓടിച്ചിട്ടും പുറത്തെത്തുന്നേ ഇല്ല. എന്നാൽ പിന്നെ അക്കയെ ഓട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ കളിച്ചോണ്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് ഫൈറ്റ് സീൻ എടുത്ത് ഒരു സംബന്ധമില്ലാതെ ബീച്ച് സൈഡിലോട്ട് മാറ്റും. ഇതിപ്പോൾ ഓടുന്ന ജീപ്പിനെ ലെവൻ പിടിക്കാൻ നോക്കുകയാണോ അതോ ലെവന് പിടിക്കാൻ വേണ്ടി അവന്മാർ പതുക്കെ ഓടിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഇതിൽ സ്ലോ ആ പോണോ നടന്നതാ പോണോ എന്നുള്ള ലെവലായപ്പോഴത്തേക്ക് ഇവൻ ആ ജീപ്പിൽ വലിഞ്ഞു കയറി ഒരു ഗുണ്ടയെ പിടിച്ച് ഗുമ്മെന്ന് പറഞ്ഞ് ഇടിക്കുക. അവന്മാർ ചവിട്ടി എടുത്ത് ദൂരെ കളയും. ഓടിയ ഓട്ടത്തിനും ചാടിയ ചാട്ടത്തിനും നടി പിടിച്ച് വീണു എന്നല്ലാതെ ഇപ്പോഴും ആളെ അയച്ചത് ആരാണെന്ന് അറിഞ്ഞൂടല്ലോ. പക്ഷേ അത് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക് ഉണ്ട്. വെഹിക്കൽ നമ്പർ AP31XC தெரியுதா? KL 5445 KL 01 AR 5445. The legend. അങ്ങനെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയിലൂടെ തമ്പി കണ്ടുപിടിച്ച നമ്പർ വെച്ചിട്ട് തമ്പി നായികയുടെ അച്ഛൻ DSPയെ വിളിക്കും. എന്നിട്ട് പാവാട ഇലക്കാൻ നാണമില്ലടാ, ധൈര്യം ഉണ്ട് ഈ വണ്ടി കണ്ടുപിടിക്കടാന്ന് പറയും. അത് കേട്ട് ദേഷ്യം വന്ന DSP മോളെ ശല്യം ചെയ്യുന്നവനെ അറസ്റ്റ് ചെയ്യാതെ തുരുമ്പ് പിടിച്ച കത്തി പൊതിഞ്ഞു കൊണ്ടുപോയ കുറ്റത്തിന് ചോര നക്കി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ടിക്ടോക്ക് എടുക്കും. അയാളോട് ചോദിക്കാതെ വീഡിയോ എടുത്തതിന്റെ ദേഷ്യത്തിൽ ചോര നക്കി ഡാഡിയെ അങ്ങേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഡാഡി ഇത് അറിയാതെ കേട്ട ഉടനെ കുടുക്ക ഉൾപ്പെടെ തൂക്കി വിട്ടിട്ട് കുടുംബത്തോട് അങ്ങോട്ട് മാറും. അങ്ങനെ പുതിയ വീട്ടിൽ ചെന്ന് പുറത്തുനിന്ന് കതവി തട്ടിയപ്പോൾ ദാണ്ട തമ്പി അകത്തുനിന്ന് വാതിൽ ഉറക്കുന്നു. Oh God, you again? വീണ്ടും നിങ്ങളോ? എന്തായാലും ട്രാൻസ്ഫർ ചെയ്തതല്ലേ, എന്നാ പിന്നെ ആദ്യം ചോര നക്കിയെ തന്നെ തൊഴുതേക്കാന്ന് പറഞ്ഞ് പോലീസ് ഡാഡി തമ്പിയും വീട്ടിലെ കുശിനിക്കാരനെയും കൂടെ കൂട്ടി അങ്ങേറെ വീട്ടിലോട്ട് ചെല്ലും. ഇതിപ്പോ ഇവരെ ഒന്നും ഈ സീനിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ അവര് വന്നപ്പോൾ സീനൊന്നും കൊഴുത്തില്ലേ. എന്നാലും ചോര നക്കി അയാളെ കൊല്ലാൻ വന്ന രണ്ടുപേരെ പോലീസ് ഡാഡിയോട് കൊണ്ടുപോക്കോളാൻ പറയും. അടി കൊണ്ട് പൊഞ്ഞം വന്ന് വെണ്ടയൊക്കെ തൊണ്ടേ കയറിയവനൊക്കെ ചാടി പോകാനല്ലേ നോക്കൂ. അവന്മാരും ചാടി, കത്തിയും എടുത്ത് ചോര നക്കിയുടെ നേരെ തന്നെ ചാടി. അങ്ങേരെ അവരെ മിഡ് എയറിൽ തന്നെ നിർത്തി കത്തി തിരിച്ച് അവന്മാർക്കിട്ട് തന്നെ കുത്തി. പിന്നെ മറ്റേ പരിപാടി
പക്ഷേ ഈ നാട്ടിൽ ഇങ്ങേര് മാത്രമല്ല വില്ലൻ, നമുക്ക് വേറൊരു വില്ലൻ കൂടിയുണ്ട്, സമുദ്രക്കനി സാർ. അങ്ങേര് ആളൊരു മാന്യനാണ്. അങ്ങേര് മറ്റവനെ പോലെ കുത്തി കത്തി ഒരു നക്കി നോക്കുകയൊന്നുമില്ല. ആക്ച്വലി അങ്ങേര് കത്തിൽ തൊടാറ് പോലുമില്ല. ഉദാഹരണത്തിന് ഇപ്പൊ സ്ഥല കച്ചവടത്തിൽ ന്യായം പറയാൻ വന്ന ഒരു കളക്ടർ അങ്ങേർക്ക് കൊല്ലണമെന്ന് വെച്ചോ, അങ്ങേര് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. Look at this dude. Wait till you see the. No. അങ്ങനെ ഈ കഥയൊക്കെ കേട്ട് പേടിച്ച് നമ്മുടെ പോലീസ് ഡാഡി സമുദ്രക്കനി സാറിനെ കാണാൻ ചെല്ലും. പോലീസ് ഡാഡി നമസ്കാരം പറയാൻ തൊഴുത് പിടിച്ച കയ്യിൽ ഒരു കത്തി പിടിപ്പിച്ചിട്ട് സമുദ്രക്കനി സാർ അങ്ങേരെ കൊണ്ടൊരു ആട്ടിൻ തല വെട്ടിക്കും. പക്ഷെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ തല താഴോട്ടല്ലേ പോകേണ്ടത്, മുകളിലോട്ടല്ലല്ലോ. പക്ഷെ സിനിമയാണ്ട് ഒരു ഗുമ്മിനും ഇപ്പൊ മുകളിലോട്ട് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ലോജിക്ക് വയസ്സ് നോക്കുമ്പോ തല താഴോട്ടല്ലേ പോകേണ്ടത്. അതാണ് അതിന്റെ ശരി. അപ്പൊ നമ്മുടെ സമുദ്രക്കനി സാറിനെ കണ്ടല്ലോ, സ്വന്തമായിട്ട് ഒരു ആടിനെ പോലും നോവിക്കാത്ത ഒരു മാന്യനായ മനുഷ്യനാണ്. പക്ഷെ ഒരാട്ടുംതല വെട്ടിയപ്പോഴത്തേക്കും നമ്മുടെ DSP ഡാഡി ആകെ പേടിച്ചു പോയി. അങ്ങേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോളൂ. അപ്പോഴാണ് വേലയും കൂലി ഇല്ലാതെ വള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തമ്പിയുടെ കാര്യം ആലോചിക്കുന്നത്. അങ്ങേര് വളരെ ധൈര്യമായിട്ട് ഇന്ന് തമ്പിയോട് പറയും, നീ ആ സമുദ്രക്കനി അടിക്കണം. അതിൽ എനിക്കെന്താ ലാഭം? നീ അവനെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫീസ് ആയിട്ട് നീ എന്റെ മോളെ എടുത്തു. നല്ല തന്ത. വീണ്ടും ഒരു മനോഹരമായ പാട്ട്. ഈ സിനിമയിലെ പാട്ടെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണം. പാട്ടെല്ലാം സുമ കുപ്പയാ ഇറക്കും. അതിന്റെയൊക്കെ കമന്റ് സെക്ഷനിൽ മ്യൂസിക് ഡയറക്ടറെ തന്തയ്ക്ക് വിളിക്കാൻ ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഈ പാട്ട് ആരാണ് ചെയ്തതെന്ന് കൂടെ ചെന്നൊന്ന് നോക്കണം. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. അങ്ങനെ വാക്ക് കൊടുത്ത് സെറ്റിൽമെന്റും കിട്ടിയോണ്ട് തമ്പി സമുദ്രക്കനിയെ തല്ലാനായിട്ട് ആ പഞ്ചായത്തിലെ പൊങ്കാലയ്ക്ക് ചെല്ലും. അവിടെ ചോര നക്കി ഒരു സൈഡിൽ കൂടെ വരുന്നു, സമുദ്രക്കനി വേറൊരു സൈഡിൽ കൂടെ വരുന്നു. എന്നിട്ട് രണ്ടുപേരും നടുക്കെത്തുന്നതിന് മുന്നേ മറ്റേ ആളെ കൊല്ലാനായിട്ട് ആളെ വിടും. നമ്മുടെ തമ്പി ഇതിന്റെ ഇടയ്ക്ക് കയറി ചെന്ന് രണ്ട് സൈഡിലും ചെന്ന് ആളുകളെ അടിക്കും, ഒരു രസത്തിന്. അടിക്കിടയിൽ ആളെ അറിയാതിരിക്കാൻ കുറച്ച് മഞ്ഞപ്പൊടി വാരി മുഖത്ത് തേക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഈ പടത്തിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിച്ചേ പറ്റൂ. കുറച്ച് മഞ്ഞപ്പൊടി വാരി മുഖത്ത് തേച്ച് ഒരുമാതിരി അക്രലിക് പെയിന്റ് വെച്ച് ഗോൾഡൻ ഫേഷ്യൽ ചെയ്തതുപോലെ പെർഫെക്ഷനോടെ ചെയ്തില്ലേ. കണ്ടോ, ആ മുടിയുടെ ഒന്നും അറ്റത്ത് പോലും കൊണ്ടിട്ടില്ല. ഫെന്റാസ്റ്റിക്. അങ്ങനെ അടിയും പിടിയൊക്കെ കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് സമുദ്രക്കനിയെ തല്ലാനായിട്ട് പാത്ത് വന്നിട്ട് തമ്പി ചോര നക്കിയുടെ തലേന്ന് വിട്ടും. ഇനി ഇതല്ല ഇതിന്റെ വിറ്റ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരുത്തന്റെ തല വെട്ടുകയാണെന്ന് വിചാരിച്ചു, അവനെ ഏറ്റവും വൃത്തികെട്ടവനായിക്കോട്ടെ, എന്നാലും നിങ്ങളൊന്ന് ഞെട്ടുകയോ അലറുകയോ പേടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? ഇനി ഈ നാട്ടുകാരെ നോക്കിക്കോ. ഇതല്ലാതെ വേറെ രണ്ട് ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഒന്ന്, തലയും വെട്ടി മുക്കിൽ വന്നെന്ന് ജയ് വിളിച്ച ഇവനെ പോലീസ് പിടിച്ചില്ല. രണ്ട്, അതാ നോക്കൂ മുറ്റത്തൊരു മൈന്. ഇവന്റെ ഈ മഞ്ഞപ്പൊടി ഫേഷ്യൽ കാരണം മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർക്ക് ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി ഈ അടിപിടി പെണ്ണ് കേസൊക്കെ ആണെങ്കിൽ തന്നെ ജയിക്കാൻ പാടാ. അപ്പൊ കൊലപാതകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നോക്കുന്ന ഉറപ്പായതുകൊണ്ട് അക്ക അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. നിങ്ങൾക്ക് ഇതിന്റെ ഇമോഷണൽ ഡെപ്ത് അറിയാത്തോണ്ടാ അവരെങ്ങനെ ജീവിച്ച മനുഷ്യരാണെന്ന് അറിയാമോ? കഴിക്കുന്നില്ലേ? കയ്യിൽ മൈലാഞ്ചി ഞാൻ വരുത്തരാം. അപ്പൊ പട്ടാപ്പയിൽ ഒരുത്തന്നെ തല വെട്ടിയിട്ടും ചേച്ചി എന്താണ് അവന്റെ കഴിവ് അംഗീകരിക്കാന്നുള്ള എണ്ണത്തിൽ തമ്പി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലാഷ് ബാക്ക് പറയാനായിട്ട് ഒരു അപ്പൂപ്പൻ പറയും. എന്നിട്ട് പറയും, നീ ചെയ്തത് തെറ്റ്. നിന്റെ തന്തയും തള്ളയും പെട്രോൾ ഒഴിച്ച് കൊന്നവനെയാണ് നീ ഇന്നലെ തല വെട്ടിക്കൊന്നത്. ഇത് കേട്ടതും തമ്പി ആകെ അപ്സെറ്റ് ആയിട്ട് ഒരു പ്രോമിസ് ചെയ്യും, എന്തായാലും ഒരുത്തനെ കൊന്നും, അതുകൊണ്ട് മറ്റവനെ കൊന്നുതരാം. അപ്പൊ തന്നെ തമ്പി വണ്ടി എടുത്ത് സമുദ്രക്കനിയെ കാണാനായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ചോര നക്കിയെ കൊന്ന ആരാണെന്ന് അറിയാൻ എല്ലാവരെയും തൊഴുത്തി പിടിച്ച് നിർത്തി മുഖത്ത് മഞ്ഞപ്പൊടി വാരി എറിഞ്ഞ് കളിക്കുകയാണ്. മഞ്ഞപ്പൊടി എത്ര വാരിയിട്ടിട്ടും തമ്പിയുടെ മറ്റേ ഗോൾഡൻ ഫേഷ്യൽ പെർഫെക്ഷൻ വരാത്തതുകൊണ്ട് സമുദ്രക്കനി സാർ ദണ്ണിച്ചിട്ട് അവസാനം കുറെ മഞ്ഞപ്പൊടി എടുത്ത് അങ്ങനെ കണ്ണിലോട്ട് തന്നെ ഇടും. പക്ഷേ റോങ് ടൈം ആയിപ്പോയി. ഇങ്ങനെ മഞ്ഞപ്രസാദം നെറ്റിയിൽ ചേർത്ത് കഴിയുമ്പോൾ തമ്പി മായാവി കളിച്ച് കയറി വന്ന് ഇങ്ങനെ കഴുത്തിന് പിടിച്ച് കുനിച്ച് നിർത്തിയിട്ട് കുറെ ഡയലോഗ് അങ്ങടിക്കും. പകരം ചോദിക്കാൻ വരുമടാ, നീ എവിടെയാണെങ്കിലും ഏത് പാതാളത്തിലാണെങ്കിലും വരും. ഇനി എന്തെങ്കിലും പ്രശ്നം നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞാൻ വരുന്നത് നിന്റെ കഴുത്തിറക്കാനായിരിക്കും. നീ ആരാ? മായാവി, തോട്ടപ്പള്ളി സുരേന്ദ്ര. അങ്ങനെ അടികൊണ്ട് ഒടിഞ്ഞ കഴുത്തൊക്കെ സെക്കൻഡുകൾ കൊണ്ട് ശരിയാക്കിയിട്ട് അങ്ങനെ കഴുത്തിന് പിടിച്ച മായാവിയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ഒരു സെറ്റ് ഗുണ്ടകളെ ഗ്രാമത്തിലോട്ട് അയക്കും. അവിടെയും നമ്മുടെ തമ്പി ലുങ്കി കൊടുത്ത് മോന്തയും മറച്ച് ചെലങ്കയും കൊണ്ട് ഫൈറ്റിന് വരും. എന്തിനാ ഇങ്ങനെ മുഖം മറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സമുദ്രക്കനിയോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കൊല്ലുന്ന ആ ദിവസം മാത്രമേ അവന്റെ മുഖം കാണിക്കുള്ളൂ. അതുകൊണ്ട് മോന്ത വെച്ച് കോസ്റ്റ് കളിക്കാനായിട്ട് അങ്ങനെ ചോര നക്കിയിട്ട് അനിയനെ കൊണ്ടുവരും. എന്നിട്ട് തോക്കം പിടിച്ച് പുറകെ നിന്നിട്ട് അങ്ങേർക്ക് പറയാനുള്ള ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങേരും അത് കേട്ട് അതുപോലെ പറയും. ഷോയും കാണിച്ച് പോണ വഴിക്ക് ഓക്കെ ബൈ എന്നങ്ങാണ്ട് തമ്പി പറഞ്ഞത് കേട്ടിട്ട് സമുദ്രക്കനി പറയാ, അന്ന് ചോര നക്കിയുടെ തല വെട്ടിയവന്റെ അതേ ശബ്ദം. പക്ഷെ കവയ്ക്കിടയിൽ വന്ന് കയറിയിട്ട് സമുദ്രക്കനി അവനെ പിടിച്ചില്ല. പിടിച്ചു കഴിഞ്ഞാൽ മാസ്മരികമായ ക്ലൈമാക്സ് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സമുദ്രക്കനി സ്ട്രെസ് കുറയ്ക്കാൻ പച്ചരി വരി തീയിലിട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹ കൊണ്ടുവന്നിട്ട് ചോര നക്കിയുടെ കേസ് നടത്തിയ വക്കീലിന്റെ പേര് കിട്ടിയെന്ന് പറയും. സമുദ്രക്കനി ഉടനെ അവരെ കൊല്ലാൻ ലോറി വിടും.
അവരെ എന്തിനാ ഇയാൾ കൊല്ലുന്നതെന്നല്ലേ? അതായത് നമ്മുടെ അക്ക നാട്ടിൽ വന്ന 2 ദിവസത്തിനകം മറ്റേ കളക്ടറെ അറിയാതെ കുത്തിക്കൊന്ന കേസില്ലേ, അത് ഞാൻ ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ചെന്ന് ഏറ്റെടുത്തായിരുന്നു. ഡി കുറച്ചു നേരം ചുമ്മാ അടങ്ങിയിരുന്നൂടെ? ചേച്ചിയെ കൊല്ലാൻ ലോറി വിട്ടിട്ടുണ്ട്. സമുദ്രക്കനി തമ്പിയെ വിളിച്ചു പറയും. ഇപ്പൊ തമ്പിയാണെന്ന് സമുദ്രക്കനിക്ക് എങ്ങനെ മനസ്സിലായെന്നല്ലേ? ആ ചോദ്യമൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ. ആക്സിഡന്റ് ആയ കാരണത്ത് മുഖം മുഴുവൻ ചോരയായിട്ടുള്ള അക്കയെ കാണിക്കുന്നതൊക്കെ ചിലവായതുകൊണ്ടായിരിക്കും തമ്പി സ്പോട്ടിൽ എത്തുമ്പോഴത്തേക്കും പക്കാവടയുടെ പൊടി പോലെ കുറച്ച് സാധനങ്ങൾ മാത്രം റോഡിൽ കിടപ്പുണ്ട്. ഇവരൊക്കെ ഏത് കാലത്തായി എത്ര ഭീകരമായ ആക്സിഡന്റ് ആണെങ്കിലും ജോൺസൺസ് ബേബി പൗഡർ ഇട്ട് വരുന്നതാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് ഇവർക്ക് അറിയില്ലേ? എന്നിട്ട് തമ്പി ചേച്ചിയെ പൊക്കി എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകും. അവിടെ കുറെ ഗുണ്ടകൾ വരും. അവരെ അടിക്കാനായിട്ട് തമ്പി ചേച്ചിയെ കൊണ്ടുവന്ന സ്ട്രെച്ചറിൽ നിന്ന് കുറെ ചോര വരി നെറ്റിയിൽ പൂശും. അയ്യേ, അപ്പലവൻ നരസിംഹസ്വാമിയാവും. അപ്പൊ ഈ സമയത്ത് സമുദ്രക്കനി ഒരു സഹഗുണ്ടയെ വിളിച്ചിട്ട് പറയാം, അവൻ തൊഴുത്തി വന്ന് കുണിച്ച് നിർത്തിയപ്പോഴും വീട്ടിൽ വന്ന് ഊക്കി വിട്ടപ്പോഴും അവൻ മുഞ്ചി തിരിച്ച് നിന്നുകൊണ്ട് അവന്റെ മുഖം കാണാൻ പറ്റില്ല. അവന്റെ മുഖം ഒന്ന് എനിക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാമോ? എന്തൊരു അനുസരണമുള്ള ഒരുത്തനോടാ പറഞ്ഞെന്നറിയാം. അവനെ ഏതാണ്ട് താലിയായിട്ട് റിസപ്ഷനും ചേർത്ത് കോൺട്രാക്ട് എടുത്ത ക്യാമറമാനെ പോലെ രാവിലെ തൊട്ട് പാതിരാത്രി വരെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത്രയും നേരമായിട്ട് ആ നെറ്റിയിലെ ചോര ഒന്നും ഉണങ്ങിയിട്ട് പോലും ഇല്ല. അങ്ങനെ 2 ജീപ്പിൽ വന്നവരെ മുഴുവൻ തമ്പി അടിച്ചിട്ട് ആ വണ്ടിയുടെ എഞ്ചിന്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് 2 ട്രാക്ടറിലെ ആൾക്കാരെ വിടും. അവരെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അക്കയ്ക്ക് ബോധം വന്നെന്ന് പറഞ്ഞ് തമ്പി അകത്തോട്ട് ചെല്ലും. അവരാണ് അപ്പൊ അന്യായ പെർഫോമൻസ്. ഈ കൊലയാളി മോനോട് പോവാൻ പറ. അല്ലേ ഞാൻ മാസ്ക് വെക്കില്ല. എനിക്ക് ജീവിക്കണ്ട. അപ്പൊ താൻ ചത്താലും വേണ്ടില്ല, ചേച്ചി ജീവിക്കണമെന്ന് വിചാരിച്ച് തമ്പി കോടതിയിൽ വന്ന് ചെയ്ത കുറ്റം ഏറ്റു പറയും. പക്ഷെ ദേഷ്യം വന്ന സമുദ്രക്കനി തമ്പിയെ കുത്തും. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത അക്ക പോലീസുകാരുടെ തോക്കെടുത്ത് സമുദ്രക്കനിയെ വെടിവെക്കും. അങ്ങേര് കുന്തം കയറി പടവോ. വീണ് കിടക്കുന്ന അനിയന്റെ അടുത്തോട്ട് ഓടി വരുന്ന അക്കയോട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? ഇനി ഈ കേസ് ആര് ബാധിക്കും? കൊള്ളാവുന്ന ഏതേലും വക്കീൽ. അങ്ങനെ കോടതി മുറ്റത്ത് വെച്ച് ഒരുത്തിനെ കാച്ചി കളഞ്ഞ അക്കയും 2 കൊലപാതക കേസിലെ പ്രതിയായ തമ്പിയും കോടതി നിരുപാധികം വിട്ടയക്കുന്നു. എന്നിട്ട് അവര് വീണ്ടും ചെന്ന് കൊലയൊന്നും ചെയ്യല്ല മക്കളെ, കൊല പഠിപ്പിക്കാനുള്ള പരിപാടി നോക്കുന്നു പറഞ്ഞ് കർഷകർക്ക് ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് പട്ടം ഫിനിഷ്. കഴിഞ്ഞ തവണ ആക്ച്വലി ആക്ഷൻ പ്രിൻസിന്റെ കേടി അടുത്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ അനൗൺസ്മെന്റ് കേട്ടിട്ടാണോ എന്താണോ പറഞ്ഞത് അവരവരുടെ OTT റിലീസ് മാറ്റി വെച്ചു. ഇങ്ങനെ തന്നെ യവന്മാരെ വിശ്വസിച്ച് ഞാനൊരു അനൗൺസ്മെന്റ് തരും, അവന്മാരെ റിലീസ് ഡേറ്റ് മാറ്റി വയ്ക്കും. നാട്ടുകാരുടെ ഊക്ക് മുഴുവൻ എനിക്ക്. എന്നാൽ ഇത്തവണ ഇനിയിപ്പോൾ പുതിയ അനൗൺസ്മെന്റ് ഒന്നുമില്ല. പടം ഇറങ്ങുന്നവരെ വർഷാവർഷം ഒരേ പടത്തിന് 10 ട്രെയിലർ ഇറങ്ങുന്ന ഗൗതം മേനോനൊക്കെ ഉള്ളപ്പോൾ ഈ ഗൗതം രവിചന്ദ്രനൊക്കെ എന്ത്? അതുകൊണ്ട് കേടി ഉടനെ വരുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് തരാനായിട്ട് പുതിയൊരു ട്രെയിലർ. അടിപട